ദിയയുടെയും ഒപ്പം ഈ ജീവനക്കാരികളുടെയും ഒരു ശബ്ദ സംഭാഷണം സി മലയാളം ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അത് കണ്ടു കാണുമല്ലോ. സ്വാഭാവികമായിട്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇതുവരെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. ആക്ച്വലി എന്നെ മീഡിയ മുഴുവൻ എന്നെ സഹായിച്ചു. പക്ഷേ അതിനകത്ത് ഈ വീഡിയോ ഉണ്ടല്ലോ, കണ്ടവർക്ക് ഇനി ഒന്നും പറയാനില്ല. കാരണം അതിനകത്ത് ഇവിടെ രോഷം വന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്. എനിക്കത് ചീത്ത വിളി കേൾപ്പിക്കാൻ വേണ്ടി അവർ പുറത്ത് വിട്ട വീഡിയോ. പക്ഷേ അതിനകത്ത് ഇവർ മുഴുവൻ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ. ഇതെങ്ങനെ അവർ പുറത്ത് വിട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ കിട്ടി ഞങ്ങൾ അത്ഭുതപ്പെടുക. ഇതിന് പുറമെ തന്നെ ഈ പ്രകൃതിയുടെ സംഭവം ഇന്ന് തന്നെ കമൽ പാഷ സാറിൻ്റെ വീഡിയോ കാണാനിടയായി, ജോർജ് ജോസഫ് സാറിൻ്റെ വീഡിയോ കാണാനിടയായി. ഇവരൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അവരെന്നെയും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുക, കമൽ പാഷ സാറിനൊക്കെ എന്നെപ്പറ്റി എന്തിനിങ്ങനെ നല്ലത് പറയണം? അവർ ജസ്റ്റിസ്, റിട്ടയർഡ് ജസ്റ്റിസ് മനുഷ്യൻ, നീതി ന്യായം, എന്തിനാ ഇപ്പോൾ ജോർജ് ജോസഫ് സാറ്, ഇവരെല്ലാവർക്കും നിയമത്തെപ്പറ്റി എല്ലാം അറിയാവുന്നവരാണ്. അവരതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രകൃതിക്കൊരു കണക്കൂട്ടൽ, നമ്മൾ കർമ്മ മറ്റേന്നൊക്കെ പറയും, ഇതിപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങി. അതാണ് ഇന്ന് ആ CCTV വീഡിയോ പോലീസ് വിട്ടുകൊടുക്കുന്നു. കമൽ പാഷ സാറിനെ പോലുള്ളവർ സംസാരിക്കുന്നു. ഇതെല്ലാം ഇനി ഏതാനും 2-3 ദിവസം കൂടി കഴിയട്ടെ, മുഴുവൻ കാര്യങ്ങൾ വെളി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.